ഹായ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു വീഡിയോ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അവർ എന്നോട് പറഞ്ഞു ട്യൂബൽ പ്രഗ്നൻസിൻ്റെ പ്രൊസീജിയർ കോഴ്സ് ഒക്കെ പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു മെഡിക്കൽ പ്രൊഫഷനല്ല. ഞാൻ ഈ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു പ്രാവശ്യമില്ല 2 പ്രാവശ്യമാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ട്യൂബൽ പ്രഗ്നൻസി വന്നത്. സോ അതിൻ്റെ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എന്തായാലും പ്രൊസീജിയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കോസ്റ്റും. അപ്പോൾ എൻ്റെ അറിവിൽ എൻ്റെ ലൈഫിൽ 2 പ്രൊസീജിയറും വന്നിട്ടുണ്ടായിരുന്നു. അതായത് സർജറി ഇല്ലാതെ മരുന്ന് വെച്ചിട്ട് ഇത് കളയുന്നതും, മീൻസ് മരുന്ന് വെച്ചിട്ട് അബോർട്ട് ചെയ്ത് കളയുന്നതും, അതിനത് റപ്ചറായ ട്യൂബ് റിമൂവ് 2 എണ്ണം എൻ്റെ ജീവിതത്തിൽ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ ഏകദേശം പറഞ്ഞാൽ, ട്യൂബൽ പ്രഗ്നൻസിയിൽ നമ്മൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയി എന്ന് അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സിംറ്റംസ് ഒക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യും. അത് മാത്രമല്ല കൂടുതൽ ബീറ്റ-HCG നോക്കും. ഇങ്ങനെ ബീറ്റ-HCG നോക്കി സ്കാനും ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമ്മൾ ഉടനെ അഡ്മിറ്റ് ചെയ്യും. ഉടനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ അവരെന്ത് ചെയ്യും, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ അവർ മെത്രോക്സിനാണ് തരിക. അതൊരു ഇഞ്ചക്ഷനാണ്. അത്ര വലിയ കോസ്റ്റ് ഒന്നും എനിക്ക് ആ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. കോസ്റ്റ് എനിക്ക് അറിയേയില്ല. അതൊക്കെ എനിക്ക് എൻ്റെ എന്താ പറയുക, ഡിസ്ചാർജ് സമ്മറിയിലും പിന്നെ എൻ്റെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ എടുത്ത് നോക്കേണ്ടി വരും. നമ്മൾ അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. ഇത് ചെയ്തത് ബേബി മെമ്മോറിയലിലായിരുന്നു. അപ്പോൾ നമ്മൾ ബേബിയിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ റൂം എടുക്കണം. അവിടെ ഒരു റൂമാണ്, റൂം എടുക്കുക ചെയ്യുക. ആ റൂമിൽ നമ്മൾ നിൽക്കും. ഫുൾ അതിലാണ്, മീൻസ് നമ്മൾ റൂം റെൻറ്റ് പിന്നെ നേഴ്സിംഗ് എക്സ്പെൻസ് ഒക്കെ ഒരുമിച്ചാണ് അവർ തരിക. അപ്പം നമ്മൾ എന്താക്കുന്നില്ല, അവർ പറയുമ്പോൾ ആദ്യം അഡ്വാൻസ് അടയ്ക്കും, പിന്നെ എമൗണ്ട് അടച്ചു വയ്ക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ വില ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു 3 വീക്സ് എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. കാരണം എന്തായാലും ഒരു വ്യക്തിക്ക് മിനിമം 2 ഡോസ് എടുക്കുമെന്നാണ് അന്നത്തെ ഡോക്ടർ, എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞത്. മിനിമം 2 ഡോസ് എടുക്കും. മിനിമം 2 ഡോസ് എടുത്ത് പോയില്ലെങ്കിൽ മാത്രം അവരെന്ത് ചെയ്യും, നെക്സ്റ്റ് 48 hours തോന്നും അതിനുള്ളിൽ അടുത്ത ഡോസ് എടുക്കും. ഇങ്ങനെ മിനിമം 2 മാക്സിമം 4 ഡോസ് വരെ തരാമെന്ന് എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് 2 ഡോസ് വന്നപ്പോൾ തന്നെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ടിന് 2-ൽ കൂടുതൽ കൊടുക്കേണ്ടി വന്നു പറഞ്ഞു. അവളുടെ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളും ഉണ്ടാവും. എനിക്ക് പക്ഷേ 2 ഡോസിൽ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ 3 വീക്സാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. 3 വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ പോന്നു. ഇത് പ്രശ്നം എന്താ വെച്ചാൽ, ഇത് പോകുന്ന അത്രയും നമുക്ക് പെയിൻ ഉണ്ടാവും. അപ്പോൾ പെയിൻ കില്ലർ നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് തരും. ഇങ്ങനെയാണ് ഫസ്റ്റിൻ്റെ പ്രൊസീജിയർ. അത് നമ്മൾ അഡ്മിറ്റ് ആവുന്ന അത്രയും ദിവസത്തെ എന്താ പറയുക, ഇപ്പോൾ റൂമാണെങ്കിൽ റൂമിൻ്റെ റെൻറ്റ്. ഇനിയിപ്പോൾ നമ്മൾ വാർഡ് എടുക്കുന്ന സ്ഥലങ്ങൾ, വാർഡൊക്കെയുള്ള ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ബെഡിൻ്റെ ചാർജേ വരുള്ളൂ. പ്ലസ് ബെഡിൻ്റെ ചാർജ്, നഴ്സിംഗ് എക്സ്പെൻസ് പ്ലസ് ഡോക്ടർ ഫീസ് പ്ലസ് നമ്മുടെ മെഡിസിൻ്റെ എക്സ്പെൻസ്, ഇത്രയാണ് വരുന്നത്. അത് ഡിപ്പെൻസ് ഹോസ്പിറ്റലാണ്. ഇത് നമുക്ക് ഇത്ര രൂപ ചിലവാകുന്ന ഒരു പാക്കേജ് പറയാനൊന്നും പറ്റില്ല. ഇത് ഓരോ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യും. മേ ബി ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഉണ്ടാകും. ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് ആകെ ചിലവ് വരുന്നത് എന്താ, എനിക്ക് തോന്നുന്നു നമുക്ക് പോയി വരാനുള്ളൊരു ഇതും ഫുഡിൻ്റെ എക്സ്പെൻസും മാത്രമേ വരുന്നുള്ളൂ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്ക് റൂമിന് അങ്ങനെ വാർഡിനോ അങ്ങനെ കൺസൾട്ടേഷൻ ഫീസോ ഡോക്ടർ ഫീസോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നഴ്സിംഗ് എക്സ്പെൻസോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഓരോ ഹോസ്പിറ്റലിലും ഡിപ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് അടുത്ത പ്രൊസീജിയർ എനിക്ക് ചെയ്തത് സർജറിയാണ്. സർജറി എന്ന് വെച്ചാൽ അത് റപ്ചർ ആയിപ്പോയിരുന്നു. മൊത്തത്തിൽ ട്യൂബ് അങ്ങ് പൊട്ടി ഫുൾ ബ്ലഡ് ഇതായിരുന്നു. അപ്പോൾ അവർക്കത് കട്ട് ചെയ്ത് മാറ്റാൻ വഴിയില്ല. സോ അതെന്താ ചെയ്തെന്ന് വെച്ചാൽ അപ്പം തന്നെ എമർജൻസി ആയിട്ട് സർജറിക്ക് കയറ്റി C-section ആയിരുന്നു ചെയ്ത്, ഓപ്പൺ ചെയ്തിട്ട് 4 ദിവസം ICUവിൽ കിടത്തി. അതിനുശേഷമാണ് നമ്മളെ റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു അന്നൊരു സെക്കൻഡ് കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ 4 ദിവസം കിടത്തിയിട്ട് അവരെന്ത് ചെയ്തു, നമ്മളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കാരണം നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവുമല്ലോ. ആർക്കും വന്ന് കാണാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ ബുദ്ധിമുട്ട്. അപ്പോൾ 4 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ 4 ദിവസം ICUവിലായിരുന്നു. നമ്മളെ നഴ്സുമാരായിരുന്നു നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം 4 ദിവസം കഴിയുമ്പോൾ പറഞ്ഞു വിട്ടു.
ഇട്ടു. പിന്നെ സ്റ്റിച്ച് എടുക്കുന്ന ടൈപ്പ് സ്റ്റിച്ചല്ല, അത് ഓട്ടോമാറ്റിക്ക് പോകുമല്ലോ. ആ ഇപ്പോൾ സ്റ്റിച്ച് എടുക്കുന്ന ടൈപ്പ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. എനിക്കിങ്ങനെ മുകളിലൂടെ ഇങ്ങനെ ഒട്ടിക്കുകയെന്ന് വെച്ചിട്ട് അപ്പോൾ സ്റ്റിച്ച് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. 14 days കഴിഞ്ഞ് റെഗുലർ ചെക്കപ്പിന് ഡോക്ടറെ അടുത്ത് വരാൻ പറഞ്ഞു. ഡോക്ടറെ അടുത്ത് വന്നു, മുറിവ് വെള്ളവും സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പറഞ്ഞു. ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്തു. അപ്പോൾ ഇവിടെയും കോസ്റ്റ് വരുന്നത് സർജറീൻ്റെ കോസ്റ്റ്, അനസ്തേഷ്യൻ്റെ കോസ്റ്റ്, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ കോസ്റ്റ്, പിന്നെ ICUവിൻ്റെ കോസ്റ്റ് ഇത്രയാണ് വരുന്നത്. ഇതും ഡിപ്പെൻസ് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് സെയിം സംഭവം എവിടെ ഉണ്ടാവാം? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും, ഒരു വലിയ ഹോസ്പിറ്റലിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു മിഡിൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ, എല്ലാ തരത്തിലുള്ള ഹോസ്പിറ്റലും ഉണ്ടാവാം. അപ്പോൾ അത് ഡിപ്പെൻസ്, ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യും അവരെങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. ഗവൺമെൻറ് ആണെങ്കിൽ നമുക്ക് ഒരു ഫീസും ആവശ്യം ഉണ്ടാവില്ല, നമ്മുടെ ഫുഡ് എക്സ്പെൻസ് മാത്രമേ വേണ്ടി വരുള്ളൂ പോയി വരുന്നതിൻ്റെ. ഇനി പ്രൈവറ്റ് ആകുമ്പോൾ പിന്നെ വേറൊന്നുണ്ട്, ഇനി ആരോഗ്യ ഇൻഷുറൻസ്, പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ വേറെ ഇൻഷുറൻസ് കാർഡുകളുള്ളവരുണ്ടാവാം. പക്ഷേ എനിക്ക് ഉള്ള ഇൻഷുറൻസ് കാർഡിൽ എൻ്റെ ഓഫീസിൽ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നു. ആ ഇൻഷുറൻസ് കാർഡിൽ ഈ മെറ്റേണിറ്റിയായി ബന്ധപ്പെട്ട് ഒന്നും അതിൽ എക്സ്പെൻസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡിനും ഉണ്ട് എനിക്കും ഉണ്ട്, ESI അല്ല ഇൻഷുറൻസ്. അപ്പോൾ ഹസ്ബൻഡിനും എനിക്കും ഉണ്ടെങ്കിലും 2 പേരിലും എന്തില്ലായിരുന്നു, മെറ്റേണിറ്റി ബെനിഫിറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെതാണ് എടുത്തത്. അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് വിംസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ സർജറി. അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസിൽ എന്നെ കൊണ്ടേ അഡ്മിറ്റ് ആക്കിയ അപ്പം മുതൽ ഡിസ്ചാർജ് ആവുന്നത് വരെയുള്ള ഫുൾ എക്സ്പെൻസ്, അതായത് ICU, നമ്മളെ ഡോക്ടർ കൺസൾട്ടേഷൻ ഫീ, നേഴ്സിൻ്റെ ഫീസ്, അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും, മെഡിസിൻ വരെ എല്ലാ ടെസ്റ്റുകളും അതിൽ ഇൻക്ലൂഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റിവ്യൂവിന് നമ്മളോട് ചെല്ലാൻ പറയുമല്ലോ, ഒരു 14th day ഒക്കെ, അതിനൊന്നും എക്സ്പെൻസ് അതിൽ വരില്ല കേട്ടോ. നമ്മൾ അഡ്മിറ്റായി സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്നവരെയുള്ള എക്സ്പെൻസ് അതിലെടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമുക്ക് മീൻസ് നമ്മൾ ഡിസ്ചാർജ് ആവുന്നതോടെ ആ ബില്ലയിൽ അതിൽ പോവും. അപ്പോൾ ഇതാണ് എന്നോട് ആ കമൻറ്റ് ചോദിച്ച വ്യക്തിയുടെ പേരൊന്നും ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ അവരോട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് അവർക്ക് വേണ്ട ഉള്ള വീഡിയോ. കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ തന്നെ ചോദിക്കാം. എനിക്ക് പറഞ്ഞുതരാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ, അല്ലാതെ ഇപ്പം എനിക്ക് ഒരു കോസ്റ്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇനി വേറെ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോയെന്ന് എനിക്ക് അറിയുകയില്ല കേട്ടോ. ഇത് എൻ്റെ ലൈഫിൽ എനിക്ക് 2 ട്യൂബൽ പ്രഗ്നൻസി വന്നപ്പോൾ ചെയ്ത പ്രൊസീജിയേഴ്സാണ് ഞാൻ പറഞ്ഞത്. കോസ്റ്റും അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കി എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്താലേ അറിയലുണ്ടാവുള്ളൂ. ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.